2026 ആദ്യത്തെ സ്നോ ലിവർപൂളിൽ വീണു കേട്ടോ. അതിന് തൊട്ടടുത്ത ദിവസമാണിത്. എന്നത്തേനെക്കാട്ടിലും ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇന്ന് ചാരു സ്കൂളിലേക്ക് ഇറങ്ങിയത്. കാരണം വേറെ ഒന്നുമല്ല, ഈ ഐസിൽ കളിക്കാന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ രാവിലെ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സ്നോയിൽ കളിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പക്ഷേ ആ വിഷമം ഞങ്ങൾ ഈ വൈകുന്നേരം അങ്ങ് തീർത്തു. വീടും സ്കൂളും തമ്മിൽ വെറും 10 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് 15 മിനിറ്റിലധികം ആയും താനും. എന്നാൽ വീടെത്തിയോ അതുമില്ല, പകുതി വഴി പോലും ആയിട്ടില്ല. മുന്നോട്ട് പോകുന്തോറും ഇനി സ്നോ ഇല്ലെങ്കിലോ എന്നുള്ള പേടിയുണ്ട്. മാക്സിമം സ്നോ കാണുന്നിടത്തുനിന്നെല്ലാം കളിച്ച് സ്നോ വാരി എറിഞ്ഞും സ്നോമാൻ ഉണ്ടാക്കി നടക്കുമായിരുന്നു ചാരു കേട്ടോ. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്നായിരുന്നു. അതിനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഈ സ്നോ ഫാളിംഗ് എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല രസമാണെങ്കിലും പ്രാക്ടിക്കലി ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ സ്നോ ഇവിടെ ഇരുന്നിട്ട് ഫ്രീസായിട്ട് നമ്മുടെ ഐസ് പോലെ ആവും. പിന്നെ നമുക്ക് ആ ഒരു സ്ഥലത്തൂടെ നടക്കുമ്പോൾ നമ്മൾ സ്ലിപ്പായി പോവും. അപ്പോൾ മോളെ കൂട്ടാൻ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനൊരു സ്ഥലത്ത് നല്ല രീതിയിലൊന്ന് വീണിട്ട് ആണ് അവളെ കൂട്ടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വേദനയൊക്കെ ചെറിയ രീതിയിൽ എനിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി പക്ഷേ ഇതിനെ കൊണ്ട് ഞാൻ എപ്പോൾ വീടെത്തുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. വിൻ്റർ തുടങ്ങിയപ്പോൾ മുതൽ ചാരുവിൻ്റെ ചോദ്യമായിരുന്നു സ്നോ എന്ന് വീഴുന്നുള്ളത്. ഇതിന് ഉത്തരം പറഞ്ഞ് ഞങ്ങൾ മടുത്തിരിക്കുന്ന സമയത്താണ് സ്നോ വീഴുന്നത്. അതുകൊണ്ട് ഞങ്ങളും ഹാപ്പി, അവൾ ഡബിൾ ഹാപ്പി. എന്തായാലും ഈ ഒരു സ്നോഫാള് ചാരു നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ ഏകദേശം ഒരു 2 വർഷം മുമ്പാണ് ഇതുപോലൊരു സ്നോഫാൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാണാനൊക്കെ നല്ല രസമാണെങ്കിലും സ്നോഫാൾ നമ്മുടെ ഡെയിലി ലൈഫിനെ നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിക്കുന്നത്. ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരവസരമാണ് ഈ സ്നോഫാൾ കാണുക പറയുന്നത്. അപ്പോൾ ഇത്രയും നല്ല സുന്ദര നിമിഷങ്ങൾ വീഡിയോസായിട്ടും ഫോട്ടോസായിട്ടും ഞങ്ങളും റെക്കോർഡ് ചെയ്തു കേട്ടോ. അതിലേറ്റവും ഹാപ്പി ആയിട്ടുള്ളത് ചാരു തന്നെയാണ്.